സദ്യയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ വന്ന ഗസ്റ്റൊക്കെ പോയിട്ടുണ്ട്. വിഷു കഴിഞ്ഞു, അടുത്ത ദിവസമായി. ഇപ്പോൾ രാവിലെ നമുക്ക് നെടുങ്കണ്ടം വരെ പോവാം. അച്ഛയമ്മയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കും. ഉമ്മ കിഴങ്ങറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയേക്കുന്നത്. ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ട് അവരും കൂടെ വന്നിട്ട് കഴിച്ചിട്ട് പോവാം. രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് പോവാന്ന് പറഞ്ഞു. എല്ലാം ഉണ്ടാക്കി വെച്ചപ്പോൾ വന്നിട്ടുണ്ട്. കറി വിളമ്പിട്ട് ഇനി അതിന്റെ ക്രെഡിറ്റ് എടുക്കും. അല്ല, എന്നും അങ്ങനെയല്ലേ, ഞാൻ ഉണ്ടാക്കി വെക്കും. ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴാണല്ലോ വരുന്നത്. ഒരു ദിവസം തിരിച്ചു ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും ഒന്നുമില്ല, നമ്മളിവിടെയൊക്കെ വരാറുള്ള. അതെ അതെ, കഴിക്ക് പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം. കാപ്പൂടിയൊക്കെ കഴിഞ്ഞില്ലേ, എന്നാൽ ഇനി നമുക്ക് നെടുങ്കണ്ടം വരെ ഒന്ന് പോവാം. നെടുങ്കണ്ടം അവധിക്കാലത്തെ തേർഡ് ട്രിപ്പ് ആകട്ടോ. അതെ, ഫസ്റ്റ് കമ്പം പോയി, സെക്കൻഡ് കാറ്റാടിപ്പാടം പോയി, ഇന്ന് നെടുങ്കണ്ടം. കുഞ്ഞിക്കാണെങ്കിൽ എങ്ങോട്ടേലും പോകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമാണ്. കുറെ പ്ലാനൊക്കെ ചെയ്തു വെച്ചായിരുന്നു. പക്ഷേ നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാ. ഇടുക്കി ജില്ലയിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങും പോകാൻ തോന്നുന്നില്ല. അച്ചമ്മച്ചി മഞ്ചേരി ചെന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ചൂടാന്നാ പറഞ്ഞത്. ചൂടാണേലും കുഴപ്പമില്ല, പോകാന്നാണോ പറയുന്നത്? ആണോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നെടുങ്കണ്ടം പോയിട്ട് അവിടെ നമുക്കൊരു ലാൻഡ് നോക്കാനായിട്ട് പോകാം. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്നാ ഇത് നമ്മൾ മുണ്ടീരുമ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. മുണ്ടീരുമയിലുള്ള ആ ഒരു ക്ഷേത്രമാണ് ഇത്. നമ്മൾ പിന്നെ നെടുങ്കണ്ടം പോകുന്ന വഴിക്ക് തൂക്കുപാലത്തിനും ഇടയ്ക്കാണ് മുണ്ടീരുമ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ്. ഇവിടെ കല്ലാറ് ഗവൺമെന്റ് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കല്ലാറ് ഗവൺമെന്റ് സ്കൂളുണ്ട്. മുണ്ടീരുമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലേ? പണി നടന്നുകൊണ്ടിരിക്കുന്നു, പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു. വലിയ അമ്പലം. ഇതാണ് കേട്ടോ കല്ലാറ് ഗവൺമെന്റ് സ്കൂള്. ഹയർ സെക്കൻഡറി വരെ ഉണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളാണ്. അതെ അതെ, ഇവിടെ എനിക്ക് തോന്നുന്നു 2000 മേളിൽ പിള്ളേർ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഡിവിഷൻ 8 ഒക്കെ ജെ വരെയൊക്കെ ഉണ്ടെന്ന് അല്ലേ? ഇഷ്ടംപോലെ പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളായത്. ഈ മുണ്ടീരുമ ജംഗ്ഷനിലെ നമ്മൾ വലത്തോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടുംപാറ പോകുന്ന വഴിയാണ്. ഈ വഴി നിൽക്കുന്ന ഒരു മരം കണ്ടോ? അതിന്റെ ചോട്ടിൽ ആൾക്കാരൊക്കെ ഒത്തിരിക്കുന്നുണ്ടോ? ഈ മരം പിന്നെ ഒരാളുടെ ഓർമ്മയ്ക്കായിട്ട് 1970 ജനിച്ചു, 2017 മരിച്ചുപോയി. ആ പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരാൾ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച മരമായി. ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന ഭയങ്കര തണലാണേ. എപ്പോഴും ഇതുപോലെ നിൽക്കുന്നത്. അത് എപ്പോഴും ആൾക്കാരെല്ലാം ഞാൻ മിക്കവാറും ഇവിടെ വരുന്നതല്ലേ. അപ്പോൾ ഈ വരുമ്പോൾ ഞാൻ അതിൻ്റെ ചോട്ടിലാണ് വണ്ടിയൊക്കെ ഇടുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ അതിൻ്റെ ചോട്ടിലിരിക്കും. കൂവളത്തിന്റെ ഇല പോലെ തന്നെ. അതിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ പിന്നെ ആളുടെ പേരും ജനനവും മരണവും എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. നല്ല രസം. അതിൻ്റെ അടുത്ത് നല്ല തണലാണ്. ഈ വെയിലത്തെല്ലാവരും അതെ 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 അതെ. ഇതാണ് കേട്ടോ നെടുങ്കണ്ടം താന്നിമൂടെന്ന് പറഞ്ഞ സ്ഥലമായതേ. ഇവിടെ നമുക്ക് നേരെ പോയാൽ കല്ലാറ് പോകും. നേരെ പോയി കഴിഞ്ഞാൽ കട്ടപ്പന, പാമ്പാടുംപാറ വഴി കട്ടപ്പന പോകും. നമുക്ക് ഈ താന്നിമൂട് ഇത് പാലമാണ്. ഈ പാലം കണ്ടോ വലത്തെ സൈഡിൽ? ചെറിയ പാലമായിരുന്നു, ഇതിപ്പം പുതുക്കി വലുതാക്കി പണിതാ. ഈ പാലത്തെ വഴി റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെടുങ്കണ്ടം ടൗണിലോട്ട് പോകാനുള്ള ഒരു ഷോർട്ട് കട്ടായത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് ഇതിലേ പോകാം. കഴിഞ്ഞ പ്രളയകാലത്തുണ്ടല്ലോ, ഈ പാലം എല്ലാം മൂടി വെള്ളമായിരുന്നു. ചെക്ക്ഡാം അതേ പോകുന്നു ആനവണ്ടി. ഉടുമ്പൻചോല കമ്പം. കമ്പത്തുനിന്ന് നമ്മുടെ അതിലേ വന്ന് കമ്പമെട്ട് വഴി വന്ന് നെടുങ്കണ്ടം പോയി ഉടുമ്പൻചോല പോകുന്ന വണ്ടിയാണ്. പോയേക്കാം. അങ്ങനെ നമ്മൾ വന്ന് നെടുങ്കണ്ടം ടൗൺ എത്തി കേട്ടോ. നെടുങ്കണ്ടം ടൗണിൽ കൂടെ കണ്ടോ ഒരു ആൽമരമൊക്കെ നിൽക്കുന്നുണ്ട്. ആൽമരത്തിനോട് ചേർന്ന് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പറഞ്ഞുകൊണ്ട്. അതിന് തൊട്ട് പുറയിലായിട്ട് നെടുങ്കണ്ടത്തെ മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു പള്ളിയുണ്ട്. നെടുങ്കണ്ടം നല്ല നീളമുള്ള ടൗണാണ് കേട്ടോ.
ഒരു 1.5 കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു. കല്ലാറുമൂല ഇങ്ങോട്ട് കൂട്ടിയാൽ 2 കിലോമീറ്റർ ഉണ്ട്. എല്ലാം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ നെടുങ്കണ്ടത്താണ്. പുതിയ ഹോസ്പിറ്റലിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ. നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ടൗണാണ്. ഈ ഭാഗത്ത് നെടുങ്കണ്ടവും കട്ടപ്പനയാണ് മെയിൻ ടൗൺ. ടൗൺ. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ മൂന്നാർ അങ്ങ് പോവാ വഴി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകളല്ലേ ഉള്ളൂ. പിന്നെ ഉള്ളതിൽ പറഞ്ഞാൽ ഉടുമ്പൻചോലയാണ് ഉള്ളത്. കട്ടപ്പന പോലൊക്കെ തന്നെയായി വരുന്നത് നെടുങ്കണ്ടം അല്ലേ? അതെ. ഈ ഏലക്കായ്ക്ക് അത്യാവശ്യം വിലയുള്ളതുകൊണ്ടേ 2 വർഷമായിട്ട് കായയുടെ വില പോകാതെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരിലൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തോട്ടത്തിനുള്ള വിലയെല്ലാം കൂടി. തോട്ടത്തിന്റെ വിലയെ ഭയങ്കരമായിട്ട് കൂടി. ഈ ഏലക്കായുടെ വില ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് കായയുടെ വില പോയാൽ തോട്ടത്തിന്റെ വിലയും പോകും. നമ്മള് വന്നേ ഇപ്പൊ എവിടാ നിക്കുന്നത് നമുക്കറിയത്തില്ല. നെടുങ്കണ്ടമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഇങ്ങോട്ട് വന്നില്ല. 2 കിലോമീറ്റർ അകത്തോട്ട് കയറി. നെടുങ്കണ്ടം കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് ദൂരോട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മള് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി വന്നത്. ഇതെല്ലാം ഏലം എസ്റ്റേറ്റ് ഏരിയകളാണ്. ഒരു അച്ഛയുടെ ഒരു കൂട്ടുകാരൻ്റെ സ്ഥലം ഇവിടെ എങ്ങാണ്ട് താഴെ സൈഡിലെവിടെയോ ഉണ്ടല്ലേ. താഴെ ഒരു വലിയ കുളം കുത്തുന്നുണ്ട്. അത് കാണാനായിട്ട് ഇറങ്ങിപ്പോയേക്കോ. നമ്മള് വഴിയിൽ പോസ്റ്റായി. നല്ല രസമുണ്ടല്ലേ ഇവിടെ. ഏരിയ കൊള്ളാം. ഒട്ടും ചൂടും ഇല്ല, ഒരു അനക്കവും ബഹളവും ഒന്നുമില്ല. ഏലവാ, ഫുൾ ഏലവാ. ഏലത്തിനകത്തൂടെ നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ എത്ര വർഷം പഴക്കം കാണും അല്ലേ? വഴി മരങ്ങളും ചെമ്പരത്തി വേലികളും. ഇങ്ങനെ ഏലത്തിന് നടുക്കൂടെയുള്ള റോഡേ നമ്മളിറങ്ങി 2 കിലോമീറ്റർ ഇങ്ങനെ വന്നത്. ഇനി 100 റോഡുണ്ടെന്ന് തോന്നുന്നല്ലേ. അങ്ങോട്ട് വേറെ എസ്റ്റേറ്റ്. ഇത് കണ്ടപ്പോ അച്ഛക്കൊക്കെ അച്ഛയുടെ കുട്ടിക്കാലം ഓർമ്മ വന്നെന്ന്. ഇങ്ങനെ ഞാൻ പറഞ്ഞ കേശുവിന്റെ അത്ര ഉള്ളവൻ. അതെ, എന്നെ വെയിലത്താണേ. ഒന്നും ഒരു പ്രശ്നമല്ല. കൈലാസപ്പാറ പള്ളിയുടെ അടുത്ത് നമ്മളെ ഇപ്പൊ ഉടുമ്പൻചോലക്ക് പോകുന്ന വഴിക്ക് കൈലാസപ്പാറയിലെ അമ്പലമാണിത്. തമിഴ്നാട് സ്റ്റൈലിൽ പണിയുന്ന കണ്ടോ അമ്പലം. പണിതുകൊണ്ടിരിക്കുന്നു. ശരിക്കും തമിഴ്നാട്ടിലേക്ക് അമ്പലത്തിന്റെ അതേ ഷേപ്പിലാണ് പണിത് വരുന്നത് അല്ലേ? തമിഴ്നാടാന്ന് തോന്നുന്നു. ഇവിടെ തമിഴ്ക്കാരാ കൂടുതല്. പണ്ട് തൊട്ട് തമിഴ്ക്കാർ കൂടുതലുള്ള ഏരിയ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രാവശ്യം ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റൈല് ഓർക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ നമ്മൾ എന്നാളും ഒരിക്കൽ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അമ്പലത്തിലായിട്ട് തന്നെ. ഇതിനകത്തോട്ട് കയറിയ വലിയ അമ്പലമാ. അന്ന് നമ്മൾ വന്നത് വലിയ അമ്പലമായിരുന്നു. അന്നൊരു മഴ സമയത്താണ് നമ്മൾ വന്നത്. തമിഴ്നാട് സ്റ്റൈലാ കേട്ടോ. പുറത്തും തമിഴ്നാട് സ്റ്റൈലാ. അകത്തോട്ട് പക്ഷേ കേരള ടൈപ്പാ. ചുറ്റും വലിയൊരു അമ്പലമായിരുന്നു നമ്മൾ അന്ന് വന്നത്. പക്ഷെ ഞാൻ ശരിക്കും ഓർക്കുന്നില്ലേ. ഈ പോയാലോ? കൈലാസപ്പാറ ശിവപാർവതി ക്ഷേത്രമാ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങ് മുമ്പോട്ട് വന്ന് ഇത് മയിലാടുംപാറ എന്ന് പറയുന്ന സ്ഥലമാണ്.
മയിലാടുംപാറയിലെ വേളാങ്കണ്ണി മാതാ പള്ളിയാണിത്. നല്ല വലിയ പള്ളി. ഫ്രണ്ടിലോട്ട് നോക്കിയാൽ നിറയെ ചെടികളും പൂക്കളും. ബോഗൺവില്ല ഇതെല്ലാ ചെടിയും കൂടെ ഒരുമിച്ച് എന്ത് പൂക്കളാന്ന് നോക്കിയേ. നല്ല വെയിലുണ്ട് കേട്ടോ. മുറ്റമൊക്കെ കണ്ടോ, പനയും ചെടികളെല്ലാം കൂടെ. അത് കുഞ്ഞത് മറ്റേ ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മുറ്റത്ത് വെക്കുന്ന സൈസ്. ഭാരതീയ ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഉണ്ടോ? ഇവിടെയാണ് ഇതിൻ്റെ ഏലത്തിൻ്റെ റിസർച്ച് സെൻ്ററാണ്. ഈ മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ. ഇവിടെയാണ് ഏലം ഗവേഷണ കേന്ദ്രമൊക്കെ. അപ്പോൾ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാർ, ഉടുമ്പൻചോല, പൂപ്പാറയൊക്കെ പോകും. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ തിങ്കൾക്കാട്, അടിമാലി ഒക്കെ പോകുന്ന വഴിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഉടുമ്പൻചോല പിടിച്ചിട്ട് ഉടുമ്പൻചോലയിൽ നിന്ന് നമുക്ക് മൂന്നാർ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഉടുമ്പൻചോലയിൽ നിന്ന് പോയിട്ട് വലത്ത് തിരിഞ്ഞ് അതിൽ നമുക്ക് പൊന്നാങ്കാണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പൊന്നാങ്കാണി അതിലെ ഇറങ്ങി നമുക്ക് നെടുങ്കണ്ടം വരും. അങ്ങനെയുണ്ട് വഴി. അടിപൊളി വഴിയല്ലേ? മുമ്പേ നല്ലൊരു ഇതായിരുന്നു, മരമെല്ലാം കയറി നിന്നിട്ട് തണലും. ഇപ്പം പൂപ്പാറ ഉടുമ്പൻചോല കഴിഞ്ഞ് നേരെ പൂപ്പാറ ചെന്ന് കഴിഞ്ഞാൽ നല്ല തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. നല്ല രസമാണ്. പൂപ്പാറ വരെ പോയിട്ട് വരാം. രസമല്ലേ? വെറൈറ്റി കളറുകളും നല്ല ഇഷ്ടം പോലെ കരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ വന്ന് ഉടുമ്പൻചോലയായി കേട്ടോ. ഉടുമ്പൻചോല നേരത്തെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്നലെ വന്നല്ലേ ഒരു പ്രാവശ്യം. ഉടുമ്പൻചോല ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൗണാണ് ഉടുമ്പൻചോല ടൗൺ. ഇവിടുന്ന് നമുക്ക് വല്ല ഫുഡ് കഴിക്കാനായിട്ട് നോക്കിയാലോ? ഞാൻ നേരത്തെ നമ്മള് എന്തെങ്കിലും ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പം ഉടുമ്പൻചോല നമ്മുടെ താലൂക്കാണെന്ന് മാത്രം അറിയാവേ. പക്ഷെ ഈ സംഭവം ഇതുവരെ കണ്ടിട്ടില്ല. വന്ന് നമ്മൾ ഒരു പ്രാവശ്യം വന്നില്ലേ, എവിടെ പോകാനാ നമ്മൾ വന്ന്? അപ്പോഴാണ് ഉടുമ്പൻചോല കാണുന്നത്. ഇല്ലാതെ വന്നിട്ടില്ലല്ലേ? ഇതൊക്കെ ഇത് മെയിൻ റോഡാണ് നമ്മുടെ മൂന്നാർ പോകുന്നത്. നേരെ പോകുന്ന മൂന്നാറാണ്. ഇവിടെ അകത്തോട്ട് തിരിഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. നമ്മുടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, നോക്കാം. ഈ വരുന്ന വഴിയുള്ള ഹോട്ടലുകളെല്ലാം അടവാണ് കേട്ടോ. ഉടുമ്പൻചോല വന്നപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ശ്രീകൃഷ്ണ എന്നും പറഞ്ഞിട്ട്. നമ്മളങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പൂപ്പാറ നല്ല രസമല്ലേ റോഡ് കാണാൻ? നല്ല റോഡാണ് കേട്ടോ. പൂപ്പാറ വരെ പോയി നോക്കാം. ഇവിടെ എല്ലാം ഇപ്പം നല്ല ടാറിങ് നല്ല റോഡായല്ലേ? ഇപ്പം ഹൈറേഞ്ചിലുള്ള റോഡുകളെല്ലാം നല്ല റോഡുകളാണ്. വളരെ ചുരുക്കം റോഡുകളൊക്കെ ഉള്ളൂ മോശമായിട്ട് കിടക്കുന്നത്. മെയിൻ റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. സേനാപതി വേണുവിൻ്റെ പോസ്റ്ററൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് 4-ാം തീയതിയൊക്കെ ആകുമ്പോൾ അറിയാം റിസൾട്ടൊക്കെ വരുമ്പോൾ അറിയാം ആര് എങ്ങനെ ഭരിക്കും, ജയിക്കും, ആരൊക്കെ തോക്കും എന്നൊക്കെ നമുക്ക് അന്നേരം അറിയാം. ഈ സ്ഥലപ്പേര് കണ്ടോ? നമരി വിലക്ക്. ഇങ്ങനെ സ്ഥലപ്പേര് ആദ്യം കേൾക്കുമല്ലേ? നമ്മളവിടെ നിന്ന് ഇങ്ങനെ കയറി അവസാനം നമ്മൾ കള്ളിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നു കേട്ടോ. കള്ളിപ്പാറ. ഇവിടെ ഇനി കുറേ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ചതുരംഗപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെയാണ് സ്ഥലപ്പേരുകളൊക്കെ. ചതുരംഗപ്പാറയൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. വഴിക്ക് കയറി പോകാൻ പറ്റുമോ നോക്കാം. ഇതുണ്ടോ അടുത്ത സ്ഥലപ്പേര് കണ്ടോ? എന്നതാ? രാജാപ്പാറ. എങ്ങനെയുണ്ട്? ഇവിടെ എല്ലാം ഇങ്ങനെ സ്ഥലപ്പേരെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചേരിയാർ. ഇംഗ്ലീഷിൽ ചെറിയാർ എന്നാണല്ലോ. ഇംഗ്ലീഷ് അങ്ങനെയും പറയും, മലയാളത്തിൽ ചേരിയാർ എന്നും പറയും. അപ്പോൾ നമ്മൾ ചേരിയാർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി അടുപ്പിച്ചടുപ്പിച്ച് ഓരോരോ സ്ഥലമാണ്. പക്ഷെ നല്ല വെയിലാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് 31.5 ഡിഗ്രിയാണ് കേട്ടോ. ഇടുക്കിയിലെ ചൂടാന്ന് കൂട്ടിക്കണം. ഇടുക്കി ജില്ലയിലെ തണുപ്പുള്ള സ്ഥലത്തെ ചൂടാണ് ഇപ്പം. പിന്നെ വെളിയിൽ തന്നെ ചൂടായിരിക്കും അല്ലേ ഈ സമയത്തെ? ഈ ഹൈറേഞ്ച് റൂട്ടിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതുണ്ടോ, ഈ ഒരു ചെടിയുണ്ടോ? ഇതെന്തോ ഉമ്മാന്ന് തോന്നുന്നില്ലേ? ഉമ്മ
പോത്തിൻ പൂവാ കേട്ടോ, നല്ല രസമല്ലേ? വഴി നിറച്ചതാ മൊത്തം അതെ, രണ്ട് സൈഡിലും ഉണ്ട്, ഇഷ്ടം പോലെ പൂവുണ്ട് അല്ലേ? ഈ സമയം ഇതിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു അല്ലേ? വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇത് ഇത്ര വാടി നിൽക്കുന്നത്. നേരത്തെ ആയിരുന്നു വിരിഞ്ഞത്. ഇതിന്റെ പല കളറുണ്ട് കേട്ടോ. ഇതിപ്പോ ഇത് ഒരേ കളറാണ്, ഈ റോസ് കളറാണ് നിൽക്കുന്നത്. പക്ഷെ വേറെ ഒരു കളറും 2-3 കളറും വെള്ളയുണ്ട് അല്ലേ? വെള്ളയുണ്ട്, വെള്ളയും നല്ല രസമാണ് കാണാനായിട്ട്. ട്രിപ്പ് പോകുന്ന ആൾക്കാരാ, ഇവരെ കൊണ്ട് ട്രിപ്പ് പോയാലത്തെ അവസ്ഥ എന്നാടാ? ഇതിലെ വന്നപ്പോ ഇങ്ങനെ പിന്നെ വൈബ് അതേ എഴുന്നേറ്റ് വീഡിയോ എടുത്തപ്പോ ഇവരെയും കൊണ്ടാണ് നമ്മളുടനെ ട്രിപ്പ് പോകാതിരിക്കുന്നത്. എനിക്ക് ഊണ് കഴിഞ്ഞൊന്ന് ഉറക്കണം, ഉറങ്ങിയാലേ എനിക്കൊരു സമാധാനമുള്ളത്. അങ്ങനെ നമ്മൾ ശാന്തംപാറ എന്ന് പറയുന്ന സ്ഥലം ആയി കേട്ടോ. ഇതാണ് ശാന്തംപാറ. നീ അങ്ങോട്ടാ? ഇനി നമ്മൾ ശാന്തംപാറയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോവാം, നമ്മുടെ പൂപ്പാറ. നമ്മൾ തേയിലക്കാട്ടിലോട്ട് കയറുക കേട്ടോ. പൂപ്പാറ തുടങ്ങി. പൂപ്പാറ തുടങ്ങുക. ഇത് പന്നിയാർ എസ്റ്റേറ്റാ, പന്നിയാർ എസ്റ്റേറ്റ്. പന്നിയാർ എസ്റ്റേറ്റ് എന്നാണ് ഈ എസ്റ്റേറ്റിന്റെ പേര്. വാഗമണ്ണല്ല, ഇത് പൂപ്പാറ. പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. നല്ലൊരു സ്ഥലം, നല്ല സ്ഥലമാണ്. എന്ത് രസമല്ലേ ഈ സ്ഥലം കാണാൻ. അതുകൊണ്ട് തേയില കൊളുന്തൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നൊരു വണ്ടി കണ്ടോ, തേയില പറിച്ച് കൊണ്ടുപോവുക. അങ്ങനെ മൂന്നാർ വന്ന് കണ്ടു കേട്ടോ. മൂന്നാറല്ലേ ഇത്? അല്ല, ഇവിടെ അടുത്ത് വരെ കിടന്നവർക്ക് മൂന്നാറാണേ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് മൂന്നാർ പോകാതെ പോകുന്നത് മോശമല്ലേ? മൂന്നാർ പോകാതെ പോകുന്നു. മൂന്നാർ നമുക്ക് പിന്നെ എപ്പോഴേലും പോകാൻ. ഇവിടുന്ന് കുറച്ച് ദൂരല്ലേ കാണുള്ളൂ. ഏതായാലും ധൃതിയൊന്നും ഇല്ല, സ്കൂളൊന്നും ഇല്ലല്ലോ. കന്നുകാലികൾക്കുള്ള തീറ്റയൊക്കെ പോകുന്നുണ്ട്. അവിടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ട് കണ്ടോ, അവരെല്ലാം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടോ. നല്ല സ്ഥലമല്ലേ? നല്ല രസമല്ലേ കാണാൻ? തേയിലത്തോട്ടം നല്ല അടിപൊളി ഏരിയ അല്ലേ? അതെ, നല്ല പച്ച. വെയിലാണെങ്കിലേ ഇവിടെ അത്ര വലിയ ചൂടൊന്നും ഇല്ലല്ലോ. ഡ്രോൺ പറത്താനുള്ള ശ്രമത്തിലാവട്ടോ. പോയി 2 ദിവസം മൂന്നാറൊക്കെ കറങ്ങി അടിച്ച് കണ്ട് പോയാ മതി. ഞങ്ങക്ക് ധൃതി ഒന്നുമില്ല. അതെല്ലേ? കൊള്ളാലോ. എനിക്ക് തോന്നി ധൃതിയില്ലെന്ന്. ഞാനിതിൽ ഇഷ്ടം പോലെ വന്നിട്ടുള്ള. അതാണല്ലോ പ്രശ്നം. അപ്പൊ കുഞ്ഞി ഇവിടെ പൂപ്പാറയൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. കുഞ്ഞിയെ പൂപ്പാറ കാണിച്ചിട്ടുണ്ടേ. നമ്മള് മൂന്നാർ പോയിട്ടുണ്ട്. എന്താണെന്നറിയോ, 10 വർഷം മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. ഈ വരുന്ന ടിപ്പറല്ലേ, ഈ ടിപ്പറൊക്കെ ഇവിടുന്ന് കയറി വരുന്ന ബോഡിമെട്ട് വഴി, തേനിന്ന് ബോഡിമെട്ട് വഴി കയറി വരുന്ന വണ്ടിയാണ്. ഈ ഭാഗത്തേക്കെല്ലാം ബോഡിമെട്ട് വഴിയാ വണ്ടി കയറി വരുന്നത്, ലോഡ് വഴി. ബോഡിമെട്ട് വഴി വന്ന് പൂപ്പാറ വരും. ഇതെങ്ങനെ ബോർഡറിലേക്ക് ഒത്തിരി ദൂരം ഉണ്ടോ? ഇവിടുന്നോ? ഇവിടുന്ന് ബോഡിമെട്ടിലോട്ട് അധികം ഇല്ല. പൂപ്പാറയും തിരിഞ്ഞ് ബോഡിമെട്ട് പോകുന്നത്. ഇതിലെ വേണേ ബോഡിമെട്ട് പോയി തേനി വഴി വേണേ കറങ്ങി വരാം. ഇതിലേ കയറി വരാം അല്ലേ? അതിപ്പോ ഒത്തിരി ദൂരമല്ലേ? ദൂരമുണ്ട്. അതുമല്ല, നമുക്ക് 5 മണിയാകുമ്പോൾ നെടുമങ്കണ്ടത്ത് തിരിച്ചു ചെല്ലണ്ടേ. നമുക്ക് ഇവിടെയൊക്കെ കറങ്ങിയിട്ട് പാറ ടൗണൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. എന്നാണ് ഇങ്ങോട്ടേ ഈ തേയിലത്തോട്ടം അല്ലേ? ഏലം ഉണ്ടെന്ന് തോന്നുന്നു. അതേണ്ടേ തേയില ഏലവും കൂടെ നിൽക്കുന്നുണ്ടോ ഇനി? അത് ബോർഡറാ അല്ലേ? കണ്ടോ തേയില അപ്പുറത്തോട്ട് ഏലോ. കൊള്ളാലോ. അല്ല, സ്ട്രോങ് വിൻഡ് വാർണിംഗ് എന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലേ? പഴയ ഓർമ്മകളൊക്കെ ഇറക്കാൻ പോയതാട്ടോ. ടൂറിസ്റ്റുകളെ കൊണ്ട് വന്ന ചേട്ടൻ. കുറച്ച് നാൾ മൂന്നാർ ഓടിയതല്ലേ. എന്നാ രസം നോക്കി ഇവിടെ കാണാൻ.
ആ, മൂന്നാർ അത് പോയേക്കാം നല്ല ഒരു രസമല്ലേ? ഈയെടാ നല്ല രസമാടാ. മൂന്നാറിന് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാ. പോകുന്ന വഴിയല്ലേ സൂപ്പറാ ഇങ്ങനെ സൂപ്പർ. ഈ റോഡിന്റെ താഴെയായിട്ടേ ഇതേപോലെ തേയിലത്തോട്ടം, അതിന് സൈഡിൽ കൂടി ഓറഞ്ച് മരങ്ങളൊക്കെ നിൽക്കുന്നത് ആ, അന്നത്തെ ഓർമ്മ എനിക്കുണ്ട് ഒരു പ്രാവശ്യം പോയതിൻ്റെ അല്ലേ? പോയതിന്റെ. പിന്നെ ഈ റോഡ് സൈഡിൽ കൂടെ ആ നിറച്ച് പൂക്കളുണ്ടാകുന്ന വാഗമരം പോലത്തെ മരങ്ങളില്ലേ, ആ അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതെന്തോ ഒരു സീസണിലാ അതിലെ പൂവാകുന്നത് അല്ലേ? ആ അതെ, ഇത് കണ്ടോ ഉം, ഉം, ഉം. പൂപ്പാറ. ഉം. ഇതാണ് പൂപ്പാറ ടൗൺ. ഉം, ഉം. ഇത് നമ്മൾ മൂന്നാർ പോകുന്ന റോഡാ കേട്ടോ. പൂപ്പാറ മൂന്നാർ റോഡാണേ. പറഞ്ഞു നമ്മള് മൂന്നാറെത്തും. മൂന്നാർ എത്തിയെന്നല്ല, മൂന്നാറൊന്നും എത്തുകയല്ല. നമ്മൾ ശകലം ആനയിറങ്കൽ വരെയൊക്കെ പോയിട്ട് പോരാൻ തോന്നുന്നു. ഈ വലത്തോട്ട് പോകുന്ന വഴിയില്ലേ ഇത്? ആ. ഈ വഴി തേനിക്ക് പോകുന്ന വഴിയാണ്. ബോഡിമെട്ട് വഴി തേനി പോകും. നമ്മൾ നേരെ പോകുന്നത് മൂന്നാർ പോകും. അപ്പൊ ഇവിടുന്ന് അങ്ങനെ പോയല്ലേ ബോർഡർ? ഇവിടുന്നാണ് പൂപ്പാറയിൽ നിന്നാണ് ബോഡിമെട്ടിന് തിരിയുന്നത്. ബോർഡർ വരുന്നല്ലേ? ബോർഡറിലേക്ക് പോകുന്ന വഴി. ഇത് നേരെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മൂന്നാറിൽ. അന്നേരം ബോഡിമെട്ട് വഴി നമ്മള് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങുമ്പോ തേനിയിലാണോ ചെല്ലുന്നേ? ബോഡി ചെന്നിട്ട് തേനി ചെല്ലും. അത് ഇപ്പൊ കമ്പം കഴിഞ്ഞിട്ട് കുറെ ദൂരം ഉണ്ടോ? അത് കമ്പം കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി വേറെ റോഡാ പോകുന്നത്. ഇത് നല്ല സ്ഥലമല്ലേ? അതെ. അല്ലേ, ആളുകൾ തേയില എന്നുള്ളത് കണ്ടോ? തേയില കണ്ടോ? ശരിക്കും പറഞ്ഞാൽ എന്തേലും ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ ഇതിലെ? കുഞ്ഞിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലേ കുഞ്ഞി ഇത്? കൊള്ളാം. അല്ല, അടിപൊളിയല്ലേ? ഇതിലെ കയറി പോവാണെങ്കിൽ മേളില് ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടില്ല. പൂപ്പാറ ടൗൺ മേള് പറഞ്ഞോ. മൂന്നാർ വരെ പോകാല, എന്നാണേലും മൂന്നാർ പോകാല. നമ്മൾ പോയി നമ്മൾ ആനയിറങ്കൽ ഡാമിന്റെ അവിടെ വരെ പോകാം. ഇവിടുന്ന് 6.5 കിലോമീറ്റർ അവിടെ ബോർഡ് വെച്ചേക്കുന്ന ആനയിറങ്കൽ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആനയിറങ്കൽ വരെ ഒന്ന് പോയി നോക്കാം. അവിടെ ഇതുപോലെ തന്നെ നല്ല വ്യൂ ആ കാണാൻ. അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഈ മൂന്നാർ റോഡ് എന്നാ രസമല്ലേ കാണാൻ? ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഈ കാട് മാത്രം കാണിക്കാനാണ്. ഇത് കണ്ടോ, ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ആ ബോർഡ് കണ്ടോ നീ? കണ്ടോ എന്നാ എഴുതിയേക്കുന്നത്? കണ്ടോ, എലിഫന്റ് ക്രോസിംഗ് സോണാ. എന്തോ നോക്കണം, വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആന ഇറങ്കൽ ഡാമിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവരെ കൂടെ കാണാലോ. അവരെയും കണ്ട് വർത്താനം പറഞ്ഞു പോവാ അല്ലേ? പിന്നെ പറയാൻ കാണത്തില്ലല്ലോ. അവരിങ്ങനെ ആൾക്കാരെ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നവരാ. അടിപൊളി റൂട്ട്. വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം. എൻ്റെ ഒരു കാലത്തെ സ്ഥിരം റൂട്ടായിരുന്നു ഇത്. കൊച്ചി മൂന്നാറിന്ന് നേരെ തിരിച്ച് ആലപ്പുഴ, മൂന്നാറിന്ന് തേക്കടി, ആലപ്പുഴ. റൗണ്ട് ട്രിപ്പ്. കണ്ടോ തമിഴ്നാടിന്റെ ബസ് വരുന്ന കണ്ടോ? തേനി മൂന്നാറാ. തേനിന്ന് വരുന്ന ബോഡിമെട്ട് ആനയിറങ്കൽ വന്നിട്ട് എന്നാ രസമാണ് കാണാൻ. നമ്മള് വന്ന് ആനയിറങ്കലെത്തി. മനോഹരമായ വ്യൂ അല്ലേ? അതെ. ഈ ഇതിനകത്തൂടെ, ഈ വെള്ളത്തിനകത്തൂടെ ആന ക്രോസ് ചെയ്ത് പോവോ? ഏതാ ഈ വെള്ളത്തിനകത്തൂടെ? ഈ വെള്ളത്തിനകത്തൂടെ ആന ക്രോസ് ചെയ്ത് പോകുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിലേക്ക് ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്നതായിരിക്കും. നമ്മളെ അഞ്ചുരുളിയിൽ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന പോലെ അല്ലേ? അതുകൊണ്ടോ ഒരു ദ്വീപ് കണ്ടോ നടുക്ക്? ഒരു ദ്വീപുണ്ട്, അതിന് ചുറ്റിനും വെള്ളമാ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതേണ്ട അവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ബോട്ടിംഗ് അവിടെ നിന്നുണ്ടോ? ഉണ്ടോ അവിടെ? താഴെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഈ താഴത്തെ റോഡേ ചെന്നാ അതെ അവിടെ അവിടെ ബോട്ടിംഗ് ഉള്ള ബോട്ടിംഗ് ഉണ്ട്. ശരിയാ. ആനയിറങ്കലൊക്കെ മൂന്നാറിന്റെ അടുത്ത് തന്നെയല്ലേ? പിന്നെ ബോട്ടിങ്ങിന് പോണോ? ബോട്ടിങ്ങിന് പോണോന്നില്ല. ബോട്ടിങ്ങിന് പോണേ പോവാം. വന്നല്ലേ? ഇല്ല. കാറ്റല്ലേ, കാറ്റടിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റത്തില്ല കുഞ്ഞിക്ക്. എന്നിട്ട് അവൻ പറയാ കോട്ടയത്തിൽ അല്ലേ? അല്ല, ബോട്ടിങ്ങിനൊന്നും വേണ്ട, നമുക്ക് അടുത്തേച്ച് പോകുമ്പോ ബീച്ചിൽ ചാടാം. ബോട്ടിങ്ങിന് പോകുന്നു. ബീച്ചിലൊക്കെ ഭയങ്കര ചൂടാ. വൈകുന്നേരം പോയാ മതി, ഉച്ചയ്ക്ക് വേണ്ട.
നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നു കേട്ടോ. ആനയിറങ്കൽ ഡാമിൽ എത്തി. നമുക്ക് താഴെ പോയിട്ടേ ഡാമിന്റെ അവിടെ ഒന്ന് പോയിട്ട് അങ്ങോട്ട് നോക്കിയാ വലതുവശത്തോട്ട് നോക്കിയാ മലനിരകൾ നിൽക്കുന്നേ. മൂന്നാർ മലനിരകളൊക്കെ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. കണ്ടോ അങ്ങോട്ട് നോക്കിയാ മഞ്ഞി നല്ല അടിപൊളിയല്ലേ. മേലേക്ക് നോക്കിയേ. ആ മല അങ്ങ് മേളി വരെ തേയിലത്തോട്ടങ്ങളാ കേട്ടോ. ഈ മലമുടക്കുകൾ മുഴുവൻ തേയിലയും ഏലവും ആണ്. ഇങ്ങനെയുള്ള ഹൈറേഞ്ച് മേഖലകളിലല്ലേ ഇത് ഉണ്ടാകത്തുള്ളൂ. കണ്ടോ എലഫന്റ് അബോയ് ബോട്ടിംഗ് സെന്റർ ആനയിറങ്കൽ. അപ്പൊ ഇതിലെയാണ് ആ ബോട്ടിങ് അങ്ങോട്ടുള്ള ആ റോഡ് കിടക്കുന്നത് കേട്ടോ. ബോട്ടിങ്ങിന് പോകാനാ അടുത്തല്ല. ഇതുവഴി പാർക്കും ഉണ്ട് കേട്ടോ. ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം എസ്റ്റേറ്റാ കേട്ടോ. ആനയിറങ്കൽ എസ്റ്റേറ്റ് ആണിത്. തേയില എസ്റ്റേറ്റ് റൈറ്റിൽ പോകുന്ന വഴിയാണ് നമ്മൾ ബോട്ടിങ്ങിന് അങ്ങോട്ട് പോകുന്നത്. ഇത് കണ്ടോ ഈ ഡാമിലെ വെള്ളം താന്നപ്പോഴത്തേക്കിനുമേ കണ്ടോ ആൾക്കാർ ചൂണ്ട ഇടാനായിട്ട് വന്നിരിക്കുന്നുണ്ടോ. കണ്ടോ അവിടെയും കുറച്ച് പേരുണ്ട്, അപ്പുറത്തും ഉണ്ട്, ഒത്തിരി പേരുണ്ട് കേട്ടോ. നറ്റം വരെ അവിടെ എല്ലാം ആൾക്കാരുണ്ട്. എല്ലാം ഇവിടെ താമസിക്കുന്ന ലയത്തിൽ താമസിക്കുന്നവരായിരിക്കും അല്ലേ? എല്ലാവരും ചൂണ്ടയിടിയില്ല കേട്ടോ. വെള്ളം കുറഞ്ഞതാന്ന് തോന്നുന്നേ. വെള്ളം കുറവായതാന്ന് തോന്നുന്നു. വേനലായില്ലേ, മഴ ആകുമ്പോഴത്തേക്കിനും ആ മേളുവശത്തെല്ലാം വെള്ളം കയറും. അതുകൊണ്ട് ഡാമായി കേട്ടോ. ആനയിറങ്കൽ ഡാം വ്യൂ ആയി, ഡാമിന്റെ വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ആനയിറങ്കൽ ഡാമിന്റെ ബോട്ടിങ്ങിനൊക്കെ ഉള്ള സ്ഥലം, ഇവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അതിനകത്ത് വന്ന് കേട്ടോ നമുക്കൊന്ന് കയറി നോക്കിയിട്ട് പോകാം. അതൊക്കെ നല്ല അടിപൊളിയല്ലേ. കുഞ്ഞു പിള്ളേർക്കുള്ള കുറെ സംഭവങ്ങളുണ്ട്. മേളിലും ഉണ്ട് കേട്ടോ, നല്ല വ്യൂ ആണെന്നാ പറഞ്ഞത്. ഇതൊക്കെ ഫെൻസിങ് ഇട്ടേക്കുന്ന ആനയൊക്കെ കയറാതിരിക്കാനായിട്ട്. ഇതാ ഡാമിന്റെ വ്യൂ വരുന്നത് കേട്ടോ. അല്ലേ? നല്ല വ്യൂ ആ കാണാൻ. നമ്മൾ അക്കരെ നിൽക്കുമ്പോൾ ഡാം കാണത്തില്ലല്ലോ. പിന്നെ ഹൈക്കോടതി ഇവിടുത്തെ ബോട്ടിങ് സ്റ്റേ ചെയ്തേക്കുവാന്ന് അവർ പറഞ്ഞേ. അതുകൊണ്ട് ബോട്ടിംഗ് ഇല്ല, ഏറിയെല്ലാം കണ്ട് നല്ല രീതിയിൽ കണ്ട് കറങ്ങി പോകാം. അരളിപ്പൂ നല്ല രസമുണ്ട്, നല്ല കളറും നല്ല കൊലയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് വിട്ടിട്ട് പോരാൻ തോന്നുന്നു. നല്ല രസം ഇവിടെ ഇരിക്കാൻ, നല്ല തണുപ്പ്. ഈ മരത്തിന്റെ തണുപ്പാന്ന് തോന്നുന്നേ. ഇവിടെ കിടന്നൊരൊറ്റ ഉറക്കം ഉറങ്ങാണ്, നല്ല സുഖമായിട്ട് ഉറങ്ങിട്ട് പോകും മരത്തിന്റെ ചൂട്ടിൽ. അല്ലേ, നല്ല തണുപ്പല്ലേ. ഇവിടെ കാറ്റുണ്ട്, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. കാറ്റുണ്ട്, തണുപ്പുണ്ട്. അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കാണാനുണ്ട് കേട്ടോ. കുടില് പോലെ മരത്തിന്റെ അതൊക്കെ ഉണ്ട്. അതിൽ പോയി കറങ്ങി വരാം അല്ലേ? പോയി കറങ്ങിട്ട് വരാം. ഇത് ഈന്തങ്ങ ഉണ്ടാകുന്ന ഈന്താണോ? അല്ല, ആ ഈന്തിന്റെ ഇല ഇങ്ങനെയല്ലോ വളർന്ന് ഒത്തിരി നാളെടുക്കും ഈന്ത് കായ്ക്കണമെങ്കിൽ. ഇതിപ്പോ കായ ഉണ്ടായി വരുന്നതാണോ? അല്ലല്ല, അത് അതിന്റെ ഇലയാ. ഇനി കുറെ നാളുകൾ കഴിയും. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ ഈ കായ ഉണ്ടാകുന്ന ഈന്തിന്റെ ഇല ഇങ്ങനെയല്ലെന്നാ തോന്നുന്നത്. അതല്ല, പ്ലാസ്റ്റിക് പോലെ തന്നെ കട്ട് ചെയ്ത ബോട്ടുകളൊക്കെ ചുമ്മാ ഇട്ടേക്കോട്ടോ. ഇതല്ലേ നമ്മള് മേളിൽ നിന്നപ്പോ കണ്ട റോഡിൽ നിന്നപ്പോഴല്ലേ ആ വ്യൂ ആ ഇങ്ങനെ വരുന്നത്. ഇവിടെ ബോട്ടൊക്കെ കിടക്കുന്നത് കാണത്തില്ലായിരുന്നു. അതേണ്ട നമ്മൾ അവിടെ നിന്ന ഈ ഒരു പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്ന സമയത്തെ ആനകളെല്ലാം കൂടെ നീന്തി കയറി ഇതിലെ വന്നിട്ട് ഇവിടെയാണ്. ഞാൻ അത് അന്നേരം തൊട്ട് ചോദിച്ചത്, ഇതിലെ ആന നീന്തി കയറുമോന്ന് ചോദിച്ചില്ലേ? ആ ന്യൂസിനകത്ത് കാണിച്ചില്ലായിരുന്നോ? ഇതിലെയാ കയറി വന്നേ. ഇതിലെ ഇങ്ങനെ ആന വന്ന് നീന്തി ഇവിടെ കയറിയിട്ട് ഈ ഇവിടെ എല്ലാം അടിച്ചു തകർത്ത് പോയത്, എല്ലാം മൊത്തം കുളമാക്കി. ഞാനത് ഓർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിലെവിടെ ആണോ. ഇതിലെ തന്നെ ഇവിടെ വന്നപ്പോഴേ ഞാനത് ഓർത്തത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഇവിടെ കണ്ടോ ഈ കുറച്ച് ഭാഗം സ്വിറ്റ്സർലാൻഡ് നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഈ വൈകുന്നേരം വരുവാണെങ്കിൽ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ വെയിലാറി കഴിയുമ്പോഴാണെങ്കിലേ നല്ല തണുപ്പായിരിക്കുവേ ഈ സമയം കൊണ്ട്. ഇത് കണ്ടോടാ പോപ്പി, കണ്ടോ? ഇതെന്താ സംഭവം? അല്ല, ചക്ക മറ്റേ ചെറിയ ഇതായി വരുന്നതാന്ന് തോന്നുന്നത്. അതല്ലേ അതിന്റെ പൂവാ, ഈ കായ ഉണ്ടായി വരുന്നതിന്റെ പൂവാന്ന് തോന്നുന്നത്. വെറൈറ്റീസ് ആണ്. ഇതെന്താണോ? തൊടണ്ട, ചൊറിഞ്ഞെങ്കിൽ.
മരത്തിന്റെ പേരാണ്. ഇത് ഒരു പണ്ട് ഈ ഡാമൊക്കെ പണിത സമയത്ത് ഉണ്ടായിരുന്ന ഏതോ മരത്തിന്റെ പേരൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. ആൾക്കാർ കയറി അത് പോളിഷായി മിനുസപ്പെടുത്തി അല്ലേ. ഇവിടെ കണ്ടോ നല്ലൊരു പുല്ല് കൊണ്ട് പുല്ല് മേഞ്ഞിട്ടൊരു ഇരിക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്നൊക്കെ ഉണ്ട്. അത് കണ്ടോ പാർക്കിന്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് വന്നപ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം ഇടിഞ്ഞു അല്ലേ. ഡാമിലേക്കുള്ള വെള്ളത്തിലേക്ക് ഇടിഞ്ഞു വീണ് കിടക്കും. അക്കരെ കണ്ടോ നല്ല വ്യൂ പോയിന്റ് അവിടെ. അതെ, ഇതിനകത്തൊക്കെ നല്ല വലിയ മീൻ കാണും കേട്ടോ. അതാ അവരവിടെ മീൻ പിടിച്ചോണ്ടിരുന്നത്. പിന്നെ ഇത്ര വലിയ ഡാമല്ലേ, അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ വലിയ മീനുകൾ കാണുമായിരിക്കും. അത്രയും ധൈര്യം ഉണ്ടോ അവിടെ നിനക്ക്? ഇപ്പോഴത്തെ ചൂടിനെ നമ്മള് കണ്ടങ്കയത്ത് പോയി ചാടുന്നതല്ലല്ലോ ഇതിനകത്ത് ഭയങ്കര ആഴമാണ്. ഏതായാലും ഇനി അവധിയായിട്ട് ഊഞ്ഞാലെ കയറ്റിയില്ലെന്ന് പറയണ്ടോ. കുഞ്ഞിക്ക് സന്തോഷമായി. പാർക്കിൽ കൊണ്ടുവന്നു ഊഞ്ഞാലെ കയറ്റി. അതെ അതെ അതെ. അല്ലേ മൂന്നാർ കാണിച്ചു. അവധിയാകുമ്പോ പാർക്കിൽ പോണെന്ന് പറഞ്ഞല്ലായിരുന്നു വഴക്കുണ്ടാക്കുന്നേ? നേരത്തെ പാർക്കിൽ പോകാൻ വേണ്ടി തന്നെ കോട്ടയത്തിന് പോകലായിരുന്നോ? ഇത് മതിയല്ലോ, ഇത് സുഖമല്ലേ. രണ്ടുപേരും കൂടെ അതായത് കയറാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതിലെ കയറണമെന്ന് അറിയത്തില്ല. പിള്ളേരെല്ലാം കൂടെ വന്നിപ്പോ ഒരു കയറാൻ വന്നപ്പോഴത്തേക്കിന് ബാക്കി പിള്ളേരും വന്നു കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. കാറ്റുള്ള പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നല്ല തണുപ്പാവും. ഇപ്പൊ നല്ല വെയിലല്ലേ. വൈകുന്നേരം കൂടുതലുള്ളതുകൊണ്ടാണ്. 5 മണി വെറൈറ്റീസ് ആണ് നിൽക്കുന്നത്. ഇത് മറ്റേ തെങ്ങിന്റെ പൂക്കള് അതുപോലെ തന്നെ. ഇതെല്ലാം തെങ്ങൈറ്റത്തിൽ പെടുന്ന സാധനങ്ങളാ. തെങ്ങ്, വന, കവുങ്ങ്, ഇതെല്ലാം. അപ്പൊ നമ്മൾ ആനയിറങ്കലിലെ കാഴ്ചകളൊക്കെ കണ്ട് പാർക്കിലൊക്കെ കയറി എല്ലാം കണ്ട് ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങി തിരിച്ചു പോകാം അല്ലേ? അപ്പൊ അങ്ങനെ നമ്മള് ഒരു അവധിക്കാല ട്രിപ്പ് വന്നില്ലേ? പിന്നെ ചായ കൊച്ച അവധിക്ക് ഒരു ട്രിപ്പ് പോകാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ, ലോറിയല്. അതൊരു ട്രിപ്പ്. അതല്ലാതെ പിന്നെ വേറെ ട്രിപ്പ്, പിന്നെ അത് കഴിഞ്ഞ് വേറെ ട്രിപ്പ്. 1 മാസം പോയി. അതെ, 1 മാസം പോയി. ഇനി നമുക്ക് ഇറങ്ങാം. ഇനി 1 മാസം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.